ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡിനെതിരെ ഹൈക്കോടതി. എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചത് എന്തിനെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. ദേവസ്വം ബോർഡിന് എന്താണ് പണിയെന്നും രൂക്ഷ വിമർശനം. കേസിൽ ജാമ്യ ഹർജികളിൽ വാദം തുടരുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ കുറ്റപ്പെടുത്തൽ വരുന്നത്. ബിനിൽ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേർന്നുണ്ട്. ബിനിൽ, കുറെ നാളുകളായി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് അവിടെ എത്തിയത്? ഇത്രത്തോളം വിശ്വസിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്തിനാണ് ഇതെല്ലാം ബോർഡ് ഏൽപ്പിച്ചത്? അങ്ങനെയാണ് ഈ തട്ടിപ്പിലേക്ക് നീളുന്നത് എന്നുള്ളതാണ്. കോടതിയും അതേ ചോദ്യം രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇന്ന് ചോദിച്ചിരിക്കുന്നു. എന്താണ് കോടതിയിൽ നടന്നത്? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളുടെ ജാമ്യ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് പ്രോസിക്യൂഷന്റെ വാദത്തിനിടയിൽ ഹൈക്കോടതി ദേവസ്വം ബോർഡിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഏൽപ്പിച്ചത്. ഈ സ്വർണം പൂശുന്നത് അത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിലാണെങ്കിലും കട്ടിളപ്പാളിയാണെങ്കിലും ദ്വാരപാലക ശില്പമാണെങ്കിലും എല്ലാം ചെയ്യാൻ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയുണ്ട്. അപ്പോഴാണ് കോടതി ചോദിച്ചത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാം ഏൽപ്പിച്ചു കൊടുക്കാനാണെങ്കിൽ എന്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അവിടുത്തെ പണി എന്നതാണ് ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം. അത് കഴിഞ്ഞ ഈ സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന ശേഷം പൊതുസമൂഹം ദേവസ്വം ബോർഡിനെതിരെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ഇന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ എന്ത് പണിയാണുള്ളത് എന്നതാണ് ഇപ്പോൾ കോടതി ചോദിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ, അതോടൊപ്പം തന്നെ മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരുടെ ജാമ്യ ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത്. ഇതിൽ ഉച്ചയ്ക്ക് മുൻപ് പ്രധാനമായും വാദം കേട്ടത് ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിലാണ്. ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ ഗോവർദ്ധൻ പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്, താൻ 1,40,00,000 രൂപയാണ് ശബരിമലയിൽ ചെലവഴിച്ചത് പല ആവശ്യങ്ങൾക്കായി. ഇപ്പോൾ 25 ദിവസമായി താൻ ജയിലിൽ കിടക്കുകയാണ് എന്നൊരു പരിദേവനമാണ് ഗോവർദ്ധന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എതിർപ്പ് SIT ഉയർത്തിയിരിക്കുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഈ സ്വർണ്ണക്കൊള്ളയിലെ പ്രധാനപ്പെട്ട റോളുള്ള ആൾക്കാരാണ് എന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത്, ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ഇപ്പോൾ അടച്ചു തുറക്കുന്ന വാതിൽ പണിത് കൊടുത്തിരിക്കുന്നത് 35 ലക്ഷം രൂപ മുടക്കി താനാണെന്ന് ഗോവർദ്ധൻ പറയുന്നു. ശ്രീകോവിലിന് മുന്നിലെ ഹുണ്ടി അത് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്നത് താനാണെന്ന് പറയുന്നു. അങ്ങനെ ശബരിമലയിലെ ഒരു അയ്യപ്പന്റെ തികഞ്ഞ വിശ്വാസിയാണ് താൻ ഈ കേസിൽ കുടുക്കപ്പെട്ടിരിക്കുകയാണ്. 19-ാം തീയതിയിലത്തെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനങ്ങൾ വരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിലിരുന്ന തന്നെ പൊടുന്നനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്ന വാദമാണ് ഇപ്പോൾ ഗോവർദ്ധൻ ഹൈക്കോടതിയുടെ മുന്നിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ ജാമ്യ ഹർജികളിലെയും വാദം ഇന്ന് തന്നെ തീരാനുള്ള സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷവും ഹൈക്കോടതിയിൽ ആ വാദം തുടരുകയും ചെയ്യും.